ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേർക്ക് മോശകർമ്മം ചെയ്ത ആരാണോ അവർക്ക് അവരുടെ കർമ്മത്തിൻ്റെ ബലം ലഭിക്കാൻ പോവുകയാണ്. അവരെന്താണോ ചെയ്തത് അത് അവർ അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിംഗ്. ഇവിടെ നിങ്ങളുടെ കൂടെ മോശം ചെയ്തവർ ഇപ്പോൾ അവരെ തന്നെ സ്വയം രക്ഷിക്കാനുള്ള ആ ഒരു തിടുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്. അവർക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവർ രക്ഷപ്പെടുമെന്നാണ്. പക്ഷേ അവർക്ക് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അവർക്കിപ്പോൾ എടുക്കാൻ തോന്നുന്നത്. കാരണം അവരങ്ങനെ എടുക്കും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവർ എടുത്ത തെറ്റായി പോയി എന്ന്. അങ്ങനെ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ അവർ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കര ഈഗോയിസ്റ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇവരെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ തോന്നുന്നില്ല ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് സമയം പെട്ടെന്ന് പോകാൻ പോവുകയാണ്, അതിനനുസരിച്ച് എനിക്ക് സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ തിടുക്കപ്പെട്ട് ഇവരെടുക്കുന്നത് ഇവരെ തന്നെ കുഴിയിൽ കൊണ്ട് എത്തിക്കുമെന്ന് ഇവർ ആലോചിക്കുന്നില്ല. കാരണം നിങ്ങളോട് അത്രമാത്രം മോശം കർമ്മമാണ് ഇവർ ചെയ്തത്. ഇവിടെ എല്ലാം ഇവരുടെ മുന്നിലുണ്ട്, പക്ഷേ ഇവർക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരുള്ളത്. അതായത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഇവരുടെ കൈകൾ കൊണ്ട് തന്നെ ഇവരുടെ ലൈഫ് മോശമാക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ഇവർ എത്തിക്കുകയാണ്. അതായത് ആവശ്യമില്ലാതെ ഒരു കല്ലിനെ പോയി തട്ടി ഇവർ. ആ കല്ലിനെ പോയി തട്ടിയ ഇവർക്ക് പിന്നെയാണ് മനസ്സിലായത് ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. അതിപ്പോൾ ഇവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇവർക്ക് ഇപ്പോൾ ഭ്രമിക്കുന്ന അവസ്ഥയാണ്. അതായത് എല്ലാം മുന്നിലുണ്ടെങ്കിലും കാണാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യും, ഏത് ചെയ്യും, എങ്ങനെ ചെയ്താലാണ് റെഡിയാവുക, എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഇവിടെ ഇവർ വിചാരിച്ചു മറ്റുള്ളവരുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്നത് ഈസിയാണ്, എത്ര വേണോ അത് ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവർ തന്നെ ഇവരുടെ സ്വന്തം ജീവിതത്തിൽ എന്തോ വലിയൊരു നഷ്ടം വരുത്തിയിരിക്കുകയാണ്. ഇതുവരെയും നഷ്ടം വരുത്തിയില്ല എങ്കിൽ ഉണ്ടാവാൻ പോകുകയാണ്. ഇവിടെ പോലെ ഉള്ള ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഇവർക്ക് ഒരു മോശം കൂട്ടുകാരെ കൊടുത്തു. ആ മോശം കൂട്ടുകാർ ഇവരുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ ഇവരുടെ ജീവിതം പകുതി നശിച്ചു. ഇവിടെ നിങ്ങളുടെ ലൈഫും ഇവർ ഇതേ രീതിയിലാണ് സ്പോയിലാക്കിയത്. അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ വഴിതിരിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ അങ്ങ് തകർക്കാനുള്ള മാക്സിമം തകർത്ത് കഴിഞ്ഞു. എന്നിട്ട് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഇവർക്കും ഇതേ സെയിം ഈ സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അതായത് മോശം ആൾക്കാരുടെ ആ ഒരു കൂട്ടുകെട്ടി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നതെല്ലാം നല്ലത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പതുക്കെ പതുക്കെ ഇവരെയും അതേ അവസ്ഥയെത്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ലൈഫ് നമ്മൾ സ്പോയിലാക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമ്മളുടെ ലൈഫ് ഒരു ദിവസം സ്പോയിലാകും. അത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയില്ല. ഇത് അവർ ചെയ്ത ആ ഒരു കർമ്മയാണ് തിരിച്ച് അവർക്ക് ലഭിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ പ്രചരിപ്പിച്ചത്. നിങ്ങൾ മോശം സ്ത്രീയാണ്, അല്ലെങ്കിൽ മോശം ആളാണ്, അങ്ങനെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായാണ് മറ്റുള്ളവരോട് ഈ വ്യക്തി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ഒരു തെറ്റായ ടാഗ് തന്നാണ് അവർ നിങ്ങളെ വിചാരിച്ച് വച്ചിരുന്നത് ഈ വ്യക്തി ഇങ്ങനെയാണ് എന്ന്. ഇവിടെ ആൾക്കാർ നിങ്ങളെ എങ്ങനെയാണ് നോട്ടീസ് ചെയ്യുന്നത്, അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇവർ ഒരു എന്താ പറയുക, ഒരു നിങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ആ ഒരു ഭാവത്തോടെയാണ് നിങ്ങളുടെ കൂടെ ഇവർ സംസാരിച്ചതും എല്ലാം. അതിനു വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. ഇവിടെ ഒരു വ്യക്തി അകപ്പെട്ട് പോയിക്കുകയാണ് ഒരവസ്ഥയിൽ. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഈ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണെങ്കിൽ നന്മയുടെ മാർഗം സ്വീകരിക്കും. അല്ല മോശം വ്യക്തിയാണെങ്കിൽ കുറുക്ക് വഴിയിൽ കൂടെ എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് മോശം മാർഗമാണോ സ്വീകരിച്ചത് അതോ നല്ല മാർഗമാണോ സ്വീകരിച്ചെന്ന് ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും പുറത്താണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളോട് വളരെ കോൺഫിഡൻസിൽ, വളരെ അഹങ്കാരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ അവർ ആഗ്രഹിച്ചത് നിങ്ങളെ മനസ്സിനെ എങ്ങനെയെങ്കിലും കുത്തി നോവിക്കണം. ആ രീതിയിലാണ് അഹങ്കാരത്തോട് അവർ സംസാരിച്ചത്. ഇതേപോലെ ഇപ്പോൾ ഇവർക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇതേപോലെ ഇവരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പോകുകയാണ്.
ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല എന്നാണ്. പക്ഷേ ഇവർക്ക് തോന്നും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് എന്ന്. പക്ഷേ ഇവിടെ ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവരെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടെ കുറേ പേരുണ്ട്. പക്ഷേ ഒരു ആവശ്യം വരുമ്പോൾ ആരും ഇവരെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും ഇവർ ഉണ്ടാവുക. നിങ്ങളെ അതേപോലെ ഇവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇവർ ഏതോ ഒരു വ്യക്തിക്ക് സഹായം ചെയ്തു. ആ ഒരു വ്യക്തി ഇവർ കണ്ണുമടച്ച് വിശ്വസിച്ച് കുറേ പൈസ അവർക്ക് വേണ്ടി മുടക്കി. ഇപ്പോൾ ആ ഒരു വ്യക്തി ഇവരെ ചതിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും ഇതേ അവസ്ഥയിലായിരുന്നു. നിങ്ങൾ ഇവരെ വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതോ ചതിയാണ്. കാരണം ഇവർ അത്രമാത്രം നിങ്ങളെ ചതിച്ചു. അപ്പോൾ അതേ അവസ്ഥയിലാണ് ഇവർ ഇപ്പോഴും ഉള്ളത്. കണ്ണുമടച്ച് ഒരു വ്യക്തിയെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി പൈസ ചിലവാക്കി. പിന്നെയാണ് മനസ്സിലായത് ആ ഒരു വ്യക്തി ഇവരെ ചതിക്കുകയായിരുന്നു എന്ന്. ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ തിരിച്ച് ഇവർ കാണിച്ചത് വളരെ മോശമാണ്. അതേപോലെ ഇവർ ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നല്ലത് ചെയ്തു. പക്ഷേ തിരിച്ച് ഇവർക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ലഭിച്ച അതേ അവസ്ഥ. ഇവിടെ ഇവർക്ക് അങ്ങനെ ഒരു ചതി കിട്ടും. ഇവർ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളിൽ നിന്നായിരിക്കും ഇവർക്ക് ചതി ലഭിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമടച്ച് ഒരാളെ വിശ്വസിച്ചു, അവർ തിരിച്ച് ഇവരെ ചതിക്കുമ്പോൾ ഇവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റിയ അതേ അബദ്ധം അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയെ ആർക്കും ഈക്വൽ ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ഒരു വലിയ വേദനയാണ് നിങ്ങൾ അനുഭവിച്ചത്. നിങ്ങളുടെ ശരീരം അവിടെ ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ ആത്മാവ് പല പ്രാവശ്യവും മരിച്ചുപോയി. അത്രമാത്രം ഒരു അവസ്ഥയിലാണ് നിങ്ങളെ ഇവർ എത്തിച്ചത്. ഇവിടെ ഒരു വ്യക്തിയെ അത്രമാത്രം കഷ്ടപ്പെടുത്തി മോശം അവസ്ഥയിൽ എത്തിച്ചിട്ട് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരുവാൻ അവരെക്കൊണ്ട് സാധിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഈ വ്യക്തി വിചാരിക്കുകയാണ് അവരെ ഞാൻ ആ അവസ്ഥയിൽ എത്തിച്ചല്ലോ എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടെ അവർ ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഈശ്വരൻ കാണുന്നുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എനിക്ക് അതിൻ്റെ ശിക്ഷ കിട്ടിയേനെ എന്നുള്ള രീതിയിൽ അവർ അഹങ്കരിക്കണം. ആ സമയത്താണ് ഈശ്വരൻ ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളെ ഇവർ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു. ഇവർ ഇപ്പോൾ ഈ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ എന്തുമാത്രം ഫീലായിട്ടുണ്ടാകും എന്ന്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് എന്ത് മോശം പ്രവൃത്തി ചെയ്തവരാകട്ടെ, നിങ്ങളെ എത്ര തന്നെ തകർത്തവരാകട്ടെ, നിങ്ങൾക്കിപ്പോൾ അവരോട് ഒരു ദേഷ്യമോ അവർ നമ്മളോട് മാപ്പ് ചോദിക്കണം, അവർക്ക് മോശം വരണം, അങ്ങനെ ഒരു ചിന്തയുമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഫൊർഗീവ്നെസ്സിൻ്റെ ആ ഒരു ഭാവം വന്നിരിക്കുകയാണ്. അതായത് എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവരോട് ക്ഷമിച്ചേക്കുന്നു. കാരണം അവർ ചെയ്ത കർമ്മത്ത് ദൈവം കാണുന്നുണ്ട്. അത് മാത്രം മതി എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർക്ക് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, എനിക്ക് അവരുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, എനിക്ക് എൻ്റെ വഴി, ഇനി ഞാൻ ആ വഴിയിൽ കൂടെ പോകും, ഇനി അവരൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല എന്നുള്ള ഭാവമാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു തകർന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാം, എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരാം എന്ന് മാത്രമാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം നോക്കുകയാണെങ്കിൽ ഒരാൾ മാറി മാറി ഓരോരുത്തരായിട്ട് നിങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സമയം അവരാണെങ്കിൽ ഒരു സമയം ഇവർ, അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ സ്പോയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരായിട്ട് മാറി മാറി വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇതുവരെയുള്ള ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആരൊക്കെ സ്പോയിൽ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും ന്യായം പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രയും എൻ്റെ കൂടെ ആൾക്കാർക്ക് മോശം ചെയ്യാൻ തോന്നുന്നു, അവർക്ക് ചെയ്തതിൻ്റെ കർമ്മവും ലഭിക്കുന്നു, പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പല ആൾക്കാർ വന്ന് എൻ്റെ ലൈഫ് സ്പോയിലാക്കുന്നത് എന്ന് നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നാറുണ്ട്. ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു ചക്രം നിങ്ങൾക്ക് നേരെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളോട് തെറ്റായ കർമ്മം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലം അവർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾ മാത്രമല്ല ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കും ന്യായം ലഭിക്കണം. അതായത് മറ്റുള്ളവർക്കൊരു പാഠമാകും. അതായത് ഒരു വ്യക്തിയെ ഇത്രമാത്രം നമ്മൾ തകർക്കാൻ പാടില്ല. അവർ സ്വയം വിചാരിക്കും ഈ ജീവിതം ത്യജിച്ചിട്ട് പോകാം, ആത്മഹത്യയുടെ വക്കീൽ വരെ കൊണ്ടെത്തിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ നിങ്ങളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അതൊരു പാഠമായിരിക്കണം മറ്റു പലർക്കും. ഇവർക്ക് ഈ ഒരു ന്യായം ലഭിക്കുമ്പോഴാണ് പല ആൾക്കാർക്കും ഒരു പാഠമാകുന്നത്, ഇനി ഒരാളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള.
ഇവിടെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വിഷമം ഉറപ്പായിട്ടും ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 28 കർമ്മത്തിൻ്റെ ആ ഒരു ബലം ദൈവം ഉറപ്പായിട്ടും കൊടുക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിശബ്ദരായിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു നിശബ്ദതയാണ് മറ്റുള്ള പല ആൾക്കാർക്കും ഒരു എന്താ പറയുക, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മോശം അല്ല, നിങ്ങൾ നല്ലതാണെന്ന് വിചാരിക്കാൻ കാരണം. കാരണം നിങ്ങൾ അവർ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, മറ്റുള്ള പല ആൾക്കാർക്കും മനസ്സിലായി സത്യം ആരുടെ ഭാഗത്താണ്, കള്ളം ആരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായി പല ആൾക്കാർക്കും. ഇവിടെ നിങ്ങളുടെ ഇമേജിൽ നിന്ന് ആ ഒരു കാർമയൊക്കെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സത്യസന്ധയായിട്ടുള്ളൊരു വ്യക്തിയാണ്, ആത്മാർത്ഥമായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് മറ്റു പല ആൾക്കാർക്കും മനസ്സിലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശം ഇമേജാണ് മറ്റു പല ആൾക്കാർക്കും ഈ വ്യക്തി കൊടുക്കുന്നത്. ആ ഒരു പുകമറ ഇപ്പോൾ മാറുകയാണ്, ആ ഒരു കാർമയൊക്കെ ഇപ്പോൾ മാറുകയാണ്. പല ആൾക്കാർക്കും മനസ്സിലായി നിങ്ങളുടെ റിയാലിറ്റി. ഇവിടെ നിങ്ങളുടെ നേരെ ഇവർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലായില്ല ഇവർക്കും ഇതേ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോഴൊക്കെ ഇവർ വളരെ ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടി പല ആൾക്കാർ വന്നിട്ട് ഇവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ വാക്കുകളൊന്നും ഇവർ കേൾക്കാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ലത് പറയുന്ന ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാതെ മോശം ആരാണ് ഇവരോട് പറയുന്നത് അവരുടെ വാക്കുകൾ കേട്ട് വീണ്ടും കുഴിയിലോട്ട് എടുത്ത് ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ. അതാണ് പറയുന്നത്, ഒരു വ്യക്തിക്ക് മോശ സമയം അടുക്കുമ്പോൾ ആര് അവരെ നല്ലത് പറഞ്ഞ് നേർവഴി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവരുടെ വാക്കുകളൊന്നും കേൾക്കത്തില്ല. അവർ ആ ഒരു കുഴിയിലോട്ട് തന്നെ എടുത്ത് ചാടും. ഇത് എത്രത്തോളം ഇവർ കുഴിയിലേക്ക് എടുത്ത് ചാടുമോ അത്രത്തോളം ആഴത്തിലേക്ക് ഇവർ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് മാനസികമായിട്ട് ഒത്തിരി വിഷമം അനുഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തിക്ക് ഈ മന്ത്രവാദം, ബ്ലാക്ക് മാജിക്ക്, മോശം ദൃഷ്ടി അതിലൊക്കെ കുറച്ച് കമ്പമുള്ള ആളാണ്. അപ്പോൾ ഈ രീതിയിലും ഈ ഒരു പ്രവൃത്തി കൊണ്ടും നിങ്ങളെ വേദനിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈ മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഇവർക്കും നേരിടേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വ്യക്തിയുടെ മുഖം ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തി ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തിയാണ്, ഇല്ലായെങ്കിൽ മന്ത്രവാദം അല്ലെങ്കിൽ മോശം ദൃഷ്ടി ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് പല പ്രാവശ്യവും സംശയമുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ആരുമായിക്കൊള്ളാം. ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ പേടിപ്പിച്ചു. ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലും നിങ്ങളെ ഒത്തിരി പേടിപ്പിച്ചു ഇവർ. നിങ്ങൾക്ക് പല പ്രാവശ്യവും ഫീലായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ശക്തിശാലിയാണ്, ഇവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, കൺദൃഷ്ടി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ശക്തിശാലിയാണ്. നിങ്ങൾക്ക് പല പ്രാവശ്യം ഫീലായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒത്തിരി പേടിച്ചിട്ടുണ്ട് ഇവരുടെ ആ ഒരു ഊർജ്ജത്തിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരായാലും ഇവർ ചെയ്തതിൻ്റെ ആ ഒരു ബലം തിരിച്ച് ഇവരിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇവർ മാനസികമായിട്ട് നിങ്ങളെ ഒത്തിരി വിഷമിച്ചു. അത് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി മാക്സിമം ഇവർ ശ്രമിച്ചു. നിങ്ങളുടെ ജീവിതം നേരെയാക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. ഇവരുടെ ആ ഒരു പാവയെ പോലെ ഇരിക്കണം, ഇവരുടെ കൺട്രോളിലുള്ള ഒരു പാവയെ പോലെ ഇരിക്കണം. നിങ്ങളുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കണം, അതിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. ഇതായിരുന്നു ഇവരുടെ ആഗ്രഹം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇവർ എത്ര തന്നെ മോശം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതേപോലെ മോശം ചെയ്യാൻ ഇവരുടെ ലൈഫിലും ആൾക്കാരുണ്ട്. ഇവിടെ അവർ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഇവരുടെ ലൈഫ് എങ്ങനെ ഇല്ലാതാക്കാമെന്ന്. ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കിയല്ലോ എന്നാലോചിച്ച്. ഇവർ സ്വയം ഇവരെ വിചാരിക്കുന്നത് ഇവരെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല, അത്രയ്ക്ക് ബുദ്ധിയും എല്ലാം അറിവും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഇവരെ ആർക്കും തകർക്കാൻ സാധിക്കത്തില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാ കാര്യവും ഇപ്പോൾ നല്ലതായിട്ടാണ് പോകുന്നത് എന്ന്. പക്ഷെ സഡൻ ആയിട്ടൊരു ചേഞ്ച് വരും. അപ്പോൾ ഇവർക്ക് കരയാൻ പോലും ആ ഒരു സമയം ഈശ്വരൻ കൊടുക്കത്തില്ല. ഇവിടെ ഈ ഒരു മോശം പരിവർത്തനം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പൂർണിമ അല്ലെങ്കിൽ അമാവാസി അതിൻ്റെ ഇടയിലായിരിക്കും.
മോസ്റ്റ്ലി എനിക്ക് കാണാൻ സാധിക്കുന്നത് അമാവാസിയുടെ അടുത്തായിരിക്കും ഇവർക്ക് ഈ ഒരു മോശം പരിവർത്തനം ഉണ്ടാവാൻ പോകുന്നത്. ചിലപ്പോൾ സഡനായിട്ട് ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ഇരിക്കുന്ന സ്ഥാനം എന്താണോ അത് വിട്ടു പോവേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു ഷിഫ്റ്റ് വരും. ഒരു ട്രാൻസ്ഫർമേഷനാണ് കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. ഇവിടെ മറ്റുള്ളവരുടെ ജീവിതമാണ് ഇവരെപ്പോഴും നോക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അമ്മയായിട്ട് അവരുടെ ഭർത്താവുമായിട്ട് മക്കളുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടോ, അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, നല്ലതായിട്ട് പോകുന്നുണ്ടോ, എങ്കിൽ അവിടെ ഒരു മോശം സൃഷ്ടിക്കുക. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ചെയ്തത്. അതുകൂടാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കരുത്. നിങ്ങൾ ഗ്രോ ആവരുത്. മറ്റുള്ള പല ആൾക്കാരും നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങളുമായിട്ട് എങ്ങനെ നല്ല ബന്ധം വയ്ക്കുന്നു, അതിലെങ്ങനെ വിള്ളൽ വരുത്താം, ഇതാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും നല്ല രീതിയിൽ ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിള്ളൽ ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ 10 വർഷമായിട്ടോ 20 വർഷമായിട്ടോ അല്ലെങ്കിൽ 15 വർഷമായിട്ടോ അറിയാം. ഈ ഒരു വ്യക്തിയുടെ ഇടപെടൽ കാരണം അവരുമായിട്ട് നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണുള്ളത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പറല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ആണ് ഇവർ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. ഇവിടെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും ഇവർക്കും ചതി ലഭിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. അതായത് നിങ്ങൾ എവിടെയാണോ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നത് അവിടെ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. ഇപ്പോൾ ഇവരുടെ ലൈഫിലും സെയിം അതേ അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇവിടെ ഇവർ സ്വയം ബുദ്ധിമാനാണ്. എൻ്റെ ലൈഫിൽ എന്ത് മോശമായാലും എനിക്ക് സ്വന്തമായിട്ട് നേരെയാക്കാൻ അറിയാം, വേറെ ആരുടെയും സപ്പോർട്ടോ സഹായമോ എനിക്ക് വേണ്ട എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയം ഇവർക്ക് തോന്നും ആരെങ്കിലെങ്കിലും സപ്പോർട്ട് ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇവർക്ക് ആരുടെയും സപ്പോർട്ട് ലഭിക്കത്തുമില്ല. സപ്പോർട്ട് ലഭിച്ചാലും ഇവർ പറയും വേണ്ട എന്ന്. കാരണം ഇവരുടെ ആ ഒരു ഓവർ കോൺഫിഡൻസ്. ഇവിടെ ഇവരുടെ ആ ഒരു പ്രശ്നം കുടുംബത്തിനെയും ബാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിലും ഇവരും കുടുംബത്തിലുള്ളവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവരുടെ അടുത്തറിയുന്ന ആൾക്കാരോടുള്ള ആ ഒരു ബന്ധത്തിലും വിള്ളൽ ഉണ്ടാകും. ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇവർ ഒറ്റപ്പെടൽ അനുഭവിച്ച് ഐസൊലേഷനിലേക്ക് പോകും. ഇവിടെ ആരോടും ഒന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് കാര്യങ്ങൾ മതിയാക്കിയിട്ട് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു കാര്യം ഇവർ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാതോ അതേ സെയിം കാര്യം ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആവാൻ പോകുന്നു. ഇവിടെ നിങ്ങളുടെ മെയിൻ ഗേറ്റ് ഇല്ല, അവിടെ ചെറിയ ഒരു കണ്ണാടിയോ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേർക്ക് ആരെങ്കിലും ബ്ലാക്ക് മാജിക്കോ മോശം ദൃഷ്ടിയോ പതിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണാടിയിൽ തട്ടി അവർക്ക് നേരെ തന്നെ അത് പോകും. ഇവിടെ ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇവരുടെ റിയാലിറ്റി മനസ്സിലാകും. ഇവരുടെ ഫ്രണ്ട് സർക്കിളുള്ളവർക്ക് ഇവരുടെ റിയാലിറ്റി മനസ്സിലാകും. മറ്റ് പല ആൾക്കാർക്ക് ഇവരുടെ റിയാലിറ്റി മനസ്സിലാകും ഇനി വരാൻ പോകുന്ന സമയം. ഇവിടെ ഇവർ നിങ്ങളോട് മോശം ചെയ്തപ്പോൾ ആരോ ഇവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. പക്ഷേ ഇവർ അവരുടെ വാക്കുകൾ കേട്ടില്ല. ഇതല്ല എങ്കിൽ ഇവരോട് ഏതെങ്കിലും ജോത്സ്യനോ അല്ലെങ്കിൽ ഇവരെ അറിയുന്ന ആൾക്കാരോ ആരെങ്കിലും ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യരുത്. അപ്പോൾ അവർ തെറ്റാണ് എന്ന് വിചാരിച്ച് അവർ പറയുന്ന വാക്കുകളൊന്നും ഇവർ കേട്ടില്ല. ഇപ്പോൾ ഇവർക്ക് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടിലും പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു രണ്ടിലും ഇവരുടേത് ആയിട്ടുള്ള എന്തോ ഇവർ ചെയ്തു. അത് കാരണം ഇവരുടെ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് എല്ലാവരുടെയും മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും. ഇവർ ഭയങ്കര സ്വാർത്ഥ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു സ്വാർത്ഥ മനോഭാവം തന്നെയാണ് ഇവരെ കുഴിയിൽ കൊണ്ട് ഇട്ടതും. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ഒരു വ്യക്തി പോലും ഇല്ല വിശ്വസിക്കാൻ പറ്റതായിട്ട്. പക്ഷേ നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച വ്യക്തിയാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെയാണ് ഇവർ തകർത്ത് കളഞ്ഞത് മോശമായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം തകർത്ത് കളഞ്ഞു ഇവർ. പിന്നെ നിങ്ങൾക്ക് ആരോടും ഒരു വിശ്വാസം ഉണ്ടാവാത്ത രീതിയിൽ അത്രമാത്രമാണ് ഇവർ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തത്. ഇതാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ തകർക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല. ആ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാത്രം അധികാരമാണ്. അതിൽ കയറി നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല.
ഇവിടെ എനിക്ക് തോന്നുന്നത് 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു വ്യക്തി എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് മാറിപ്പോവും. കാരണം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വരുന്നത്, ആ ഒരു റീഡിംഗ് കണ്ടിട്ടുള്ള 6 ആഴ്ച, ആ 6 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു വ്യക്തി അവിടെ നിന്ന് മാറും. ഇവിടെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയാലും ഇവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കാൻ തന്നെ വേണ്ടി വരും. കാരണം ഇവർ വിചാരിക്കുന്നത് ഇവിടെ താമസിക്കാതെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇവരുടെ ബുദ്ധി എങ്ങനെയെന്ന് വച്ചാൽ, ആരാണോ നല്ലത് പറയുന്നത് അവരുടെ വാക്കുകൾ കേൾക്കുന്നില്ല, ആരാണോ മോശം പറയുന്നത് അവരുടെ വാക്കുകളാണ് ഇവർ കേൾക്കുന്നത്. ഇനി മാറി താമസിക്കുമ്പോൾ ഇവർ വിചാരിക്കും എല്ലാം നേരെയാവുന്നു. പക്ഷേ മാറി താമസിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇവിടെ ഇവർക്ക് മോശം വരുമ്പോൾ ഇവർ ചിന്തിക്കുന്നത്, ഞാൻ ഇരിക്കുന്ന സ്ഥലം മോശമായതുകൊണ്ടാണ് എനിക്ക് മോശം വരുന്നത്, ഇല്ലെങ്കിൽ കരിയറിലാണ് മോശം വരുന്നതെങ്കിൽ കരിയർ ചെയ്യുന്നത് മോശമാണ്, ആ കരിയർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ ചിന്തിക്കും. ഇവിടെ സ്വയം ഇവർ തെറ്റ് ചെയ്തിട്ട് ദോഷക്കാരെന്ന് പറയുന്നത് അവർ ഇരിക്കുന്ന സ്ഥാനത്തെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയെയാണ്. ഇവിടെ ഇവർ എന്താണോ ചെയ്ത കർമ്മം അതിൻ്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.